ഹായ് ഗായ്സ്, എല്ലാവരുടെ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ലൈഫിലോട്ട് പല അതിഥികളും വരുമല്ലേ. അങ്ങനെ ഒരു അതിഥി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് റിവീൽ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ക്യാമറയും കുലുക്കിക്കൊണ്ട് ഇവിടെ ഒരാൾ നടക്കുന്നുണ്ട്. ആളിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇവനെ കിട്ടിയത്. ഞങ്ങൾ അത്രയും എക്സൈറ്റ്മെന്റോടുകൂടി ആയിരുന്നു ഇവനെ എടുത്തത് നോക്കിയതൊക്കെ. ഞങ്ങള് ഒരിക്കലും ഈ ഒരു ആളിനെ ലൈഫിലോട്ട് കൊണ്ടുവരണമെന്ന് ഒരു പോയിന്റിലും വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ എല്ലാവരും ആളിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഇതാണ് നമ്മുടെ ചെറുക്കൻ. ആളിപ്പം കുറച്ച് വലുതായി. ആക്ച്വലി ഞങ്ങൾ അവനൊരു 2 മാസമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ആർതർ മോർഗൻ. അതെ, ഇവന്റെ പേരാണ് ആർതർ മോർഗൻ. ആക്ച്വലി അതൊരു ഗെയിമിന്റെ ക്യാരക്ടറിന്റെ പേരാണ്. അയ്യോ, ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല, എപ്പോഴും ഓട്ടമായിരിക്കും. അപ്പൊ അവന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇനി നമ്മുടെ ചാനലിൽ കാണാൻ പറ്റും. ഗൈസ്, ഇവനിപ്പോ ഒരു 2 മാസം ആയിട്ടുണ്ട്. കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ കുരുത്തക്കേട് ഞങ്ങൾ അറ്റം ഉള്ളൊരു പപ്പിയാണ് അവൻ. ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു ബ്രീഡാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ബ്രീഡ് മാത്രം നോക്കി വാങ്ങിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ നാടൻ പട്ടിയുണ്ട്, ലാബുണ്ട്, ക്രോസ് ഉണ്ട്, റെസ്ക്യൂ ചെയ്ത പപ്പീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാം എൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളത് ആർതർ മോർഗൻ ആണ്. ഇവനെ ഞങ്ങൾ ആർത്തു എന്ന് വിളിക്കും, പല പല പേരും വിളിക്കും ഇവന്റെ കുരുത്തക്കേട് കാരണം. അപ്പം അവനിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പെണ്ണിവിടെ എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ ഞങ്ങൾ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു എടുത്ത സമയത്ത് ഇവനൊരു 45 ദിവസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവനെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി വരണം. ഞങ്ങൾ ആദ്യം ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട്. അപ്പൊ വ്ളോഗിൽ അവനെ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഞങ്ങൾ ഇവന്റെ കുറെ വികൃതികളും കുസൃതികളൊക്കെ വ്ളോഗിൽ കൂടെയൊക്കെ കാണിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പപ്പീസോ പെറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരൊന്ന് കമന്റ് ചെയ്തോ. ഇതേ വരുന്നുണ്ട്. ഇവന്റെ ചെവിയൊന്നും പൊങ്ങി വന്നിട്ടില്ല. ഇനിയും കുറച്ചും കൂടി സമയം എടുക്കും ചെവിയൊക്കെ പൊങ്ങാൻ. പിന്നെ എപ്പോ നോക്കിയാലും നമ്മളെ കടിയോട് കടിയേ. നിങ്ങൾക്ക് കടി വേണമെങ്കിൽ അവൻ കടി വരുന്നതായിരിക്കും. ഇപ്പൊ ഇവനുള്ളതുകൊണ്ട് ഇവിടെ നല്ല എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് ഒരു നേരം ഇരിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം വികൃതിയാണ് അവൻ. ഇവന്റെ ഫുഡ്, ഇവന്റെ മരുന്ന്, ഇവന്റെ സപ്ലിമെന്റ്സ്, അങ്ങനെയായിട്ട് ഞങ്ങൾ എപ്പോഴും തിരക്കായിരിക്കും. ഇവന്റെ കണ്ണ് വെട്ടിച്ചൊക്കെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത്. ഹായ്, ഇതാണ് അവന്റെ മെയിൻ പ്രശ്നം. ഇങ്ങനെ എപ്പോഴും കടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവനെ തന്ന ആള് പറഞ്ഞത് ഇവന്റെ പല്ല് ഇളകി പോകുമ്പോ ഈ കടിയുടെ ഇത് മാറുമെന്നാണ്. പക്ഷെ പല്ല് ഇതുവരെ ഇളകി പോകുന്നില്ല. അല്ലടാ എന്ത് അതെ, പിരാന ഫേസ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നല്ല സമയമാണ്. പിന്നെ 2025 തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ആദ്യം വന്ന, ഇവനെക്കാളും ആദ്യം വന്നൊരു അതിഥി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാറാണ്. ഞങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ അധ്വാനിച്ച് 2 പേരും പൈസ സേവ് ചെയ്ത് വാങ്ങിച്ച ഒരു കാറാണ്. കാറ് എല്ലാവർക്കും കാണിച്ചു തരാം. അതൊരു 800 ആണ്. ആക്ച്വലി എനിക്ക് ഡ്രൈവിംഗ് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല. എനിക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയാം, അതിൻ്റെ ലൈസൻസ് മാത്രമേ ഉള്ളൂ. ബൈക്കിൻ്റെ ലൈസൻസ് ആണ് ഉള്ളത്. എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ കാർ ഓടിക്കാൻ പഠിച്ച വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് അതിഥി കാറായിരുന്നു. സെക്കൻഡ് അതിഥി ഈ ഒരു പൊട്ടനാണ്. ഇനി എത്രത്തോളം അതിഥികൾ വരുമെന്നൊന്നും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും നമുക്കെല്ലാം. അപ്പം നമ്മുടെ ലൈഫ് എന്തായാലും ഇപ്പോൾ കളർഫുൾ ജോളിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കുരുപ്പുള്ളത് കൊണ്ട് ഇവിടെ ഒരു സമാധാനവും ഇല്ല. ഇവിടെ അവ എടുത്ത് നശിപ്പിക്കാത്ത ഒരു സാധനം ഈ വീട്ടിലില്ല. തൊപ്പി, പാത്രം, എന്തൊക്കെയാണോ, ടവല്. ഇന്നലെ ഞങ്ങളുടെ ഡബ് ചെയ്യുന്ന മൈക്കിൻ്റെ വയർ അവൻ എടുത്ത് കടിച്ചു ഗൈസ്. 1500 രൂപ വിലയുള്ള സാധനം. അത് പക്ഷേ ഇത് നശിച്ചില്ല. എന്താവുമെന്ന് ഇനി ഫ്യൂച്ചറിൽ കണ്ടറിയാം. പിന്നെ ഒരുപാട് പപ്പീസിനെ വളർത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ആക്ച്വലി ഞങ്ങളുടെ ഫാമിലിയും കൂടി നോക്കിയാണ്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു പപ്പീനെ രാവിലെ എണീക്കുക, അവന് ഫുഡ് കൊടുക്കുക, അവനെ നോക്കുക, അവനെ കുളിപ്പിക്കുക, അങ്ങനെ ചെയ്യുന്ന ആദ്യമായിട്ട് ഇവനെയാണ്, ആർതർ മോർഗനെയാണ്. പിന്നെ ഞങ്ങൾ മാക്സിമം ഇവനെ ഞങ്ങളുമായിട്ട് എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. ഞങ്ങൾ ഷൂട്ടിന് പോകുമ്പോൾ, ഞങ്ങൾ ട്രിപ്പിന് പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഇവനെയും കൊണ്ട്. ഇവൻ ഇപ്പം തന്നെ 2-3 സ്ഥലത്ത് കറങ്ങാൻ പോയിട്ടുണ്ട്. വർക്കല ക്ലിഫിൽ പോകാറുണ്ട്, ഞങ്ങളിടയ്ക്ക് പെരുമാതുറ പോകാറുണ്ട്. അവന് കാറിലിരിക്കാൻ കുറച്ച് ഇതുണ്ട്, പക്ഷെ സ്കൂട്ടറിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവനെയും കൊണ്ടൊക്കെ ഞങ്ങളിങ്ങനെ കറങ്ങാറുണ്ട്. അവനതേ മൂത്രം ഒഴിക്കാൻ കൊണ്ടുവരുന്നുണ്ട്. അവനിങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ അവൻ ഡോറിൻ്റെ അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ അവന് സിറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് വെൽ ട്രെയിൻഡ് ആണ് ആൾ. പക്ഷേ ഈ ഒരു കടിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അവൻ കടി തുടങ്ങിയാൽ പിന്നെ കടി നിർത്തത്തില്ല. കയ്യിലെല്ലായിടത്തും അവൻ കടിച്ച പാടാണ്. കൈ മാത്രമല്ല, കാലിലും കാണിക്കാൻ പറ്റുന്ന ഇടത്തൊക്കെ അവൻ കടിച്ച പാടുണ്ട്. പിന്നെ അവനെ വാക്സിനൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു ബൂസ്റ്റർ ഡോസും കൂടെ ഉണ്ട്. അവൻ്റെ വാക്സിനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അതിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ടൈമിൽ അവർക്ക് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഒടുക്കത്തെ കടിയുമായിരിക്കും.
അപ്പം അതൊക്കെ നമ്മളൊന്ന് ക്ഷമിച്ച് സഹിച്ചൊക്കെ ഇരിക്കണം. പിന്നെ ആക്ച്വലി എൻ്റെ വീട്ടിലെ പപ്പീസ് എൻ്റെ ലാബായാലും പിന്നെ നാടനായാലും അവർക്കൊക്കെ അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആൾ ഭയങ്കര ജോളി ടൈപ്പാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അവനെ. ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട് അതിന് റിപ്ലൈ അയച്ച് പപ്പി ഉണ്ടോ എന്നാൽ പോയി വാങ്ങിച്ചേക്കാം, അങ്ങനെ വാങ്ങിച്ചൊരു പപ്പിയാണ് അവൻ. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഭയങ്കര നമ്മൾ ലക്കിയായിട്ട് തോന്നി. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ഓരോ ആൾക്കാർ നമ്മുടെ ലൈഫ് വരുമ്പോൾ ലൈഫ് കുറച്ചുകൂടി കളർഫുൾ ആവും. രാവിലെ ഉറക്കമുണിക്കുന്ന സമയമാകുമ്പോൾ ഇവൻ ദേ ഇവിടെ വന്നിങ്ങനെ കടിച്ച് നക്കിയൊക്കെ എണീപ്പിക്കും. അത്രയും അവൻ ആത്മാർത്ഥതയാണ് ഞങ്ങളെ എണീപ്പിക്കാൻ. അതുകൊണ്ടൊന്നല്ല, അവനപ്പോൾ ഫുഡ് കിട്ടിയ സമയത്ത് പിന്നെ അവന് ഫുഡ് ഉണ്ടാക്കണം, അവന് പാല് കാച്ചണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഞങ്ങളിവിടെ കിട്ടിയത് കഴിച്ച് ഇല്ലെങ്കിൽ പട്ടിണി അങ്ങനത്തെ വൈബായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും അത് നടക്കത്തില്ല, ഈ കുരുപ്പിനെയും കൂടി നോക്കണമല്ലോ. അപ്പൊ ഇതാണ് ആർത്തർ മോർഗൻ. ഇവന് ആർത്തർ മോർഗൻ എന്ന് പേര് മാറ്റി വല്ല വെകളിന്നങ്ങാണ് പേരിടാനുള്ളത്. ഞങ്ങളുടെ ഏതോ ഇതിന് ഞങ്ങൾ ആർത്തർ മോർഗൻ എന്നൊക്കെ ഇട്ട്. ഇനി എൻ്റെ ചെവി പൊങ്ങി വരുമ്പോൾ വേറൊരു ലുക്കായിരിക്കും. ചെവി പൊങ്ങുമ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോയും കൂടി അപ്ഡേറ്റ് ചെയ്ത് തരാം. പിന്നെ പപ്പീസിനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവന് പിന്നെ കറങ്ങാൻ പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവന് കാറിലിരിക്കുമ്പോൾ ചെറിയൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ വീണ്ടും ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോസിൽ ഇനി കൂടുതൽ എവനെയും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. എവനെ കാണാനും കൂടി ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞങ്ങളുടെ ബെഡ്ഷീറ്റ് കടിച്ചുകൊണ്ടിരിക്കുന്ന ആർത്തർ കുട്ടൻ. ഈ ചെരുപ്പ് കണ്ടോ? അത് നിങ്ങൾ വിചാരിക്കുക ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന, അവൻ കടിക്കാൻ എടുത്തുകൊണ്ട് വരുന്നതാണ്. ഇതുപോലെ ബെഡ്ഷീറ്റുകൾ, അവൻ നശിപ്പിച്ച സാധനം, അവൻ്റെ കളിപ്പാട്ടമല്ല ഞാൻ കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയൊരു കേക്കാണ്, അതിൻ്റെ കവറ്. ഇത് അവൻ്റെ തോക്ക്, ദേ അവൻ്റെ കാറ്. അവൻ്റെ തോക്ക് എടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അവൻ്റെ ബോൾ ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ബോക്സ്. ഇങ്ങനെ ഉള്ള ചപ്പും ചവറെല്ലാം അവൻ്റെ കളിപ്പാട്ടമാണ്. ഇതേ കൊണ്ടുപോയി. പോലീസ് പട്ടിയാണോന്നാണോ അറിയത്തില്ല, തോക്കിനോടൊരു പ്രത്യേക സ്നേഹമാണ്. അങ്ങനെ തോക്കും എടുത്ത് കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ വർക്ക് റൂമിലൊന്നും അവനെ കയറ്റാറില്ല. വർക്ക് റൂം ആക്ച്വലി ഞങ്ങൾ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടേക്കും. ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഇനി ബാക്കിയുണ്ട്. വർക്ക് റൂമിൽ അവൻ കയറിയാൽ പിന്നെ ഉള്ള കാര്യം നമ്മൾ പറയണ്ടല്ലോ. ആർത്താർ ബൈ ബൈ പറ. ബൈ ബൈ. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ അവൻ എന്നെ കടിച്ച് കൊല്ലും. ഇതേണ്ടേ നമ്മുടെ ഫോട്ടോ ഫ്രെയിം, ഇതുവരെ അവൻ എടുത്ത് കടിക്കാൻ കൊണ്ടിട്ടേക്കുവാണ്. ഫോട്ടോ ഫ്രെയിം വരെ എടുത്ത് കടിക്കണം എന്ന് വെച്ചാൽ അവൻ ചില്ലറ പുള്ളിയൊന്നും അല്ല ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം ആർത്തർ ആൻഡ് വാഴക്കുട്ടി അൺനോൺ വാഴ. ഇവിടെ വിടറാ.